അങ്ങനെ ഞാൻ വിചാരിച്ച് മൈലാഞ്ചിയിട്ട് കൈ ഇങ്ങനെ പൊന്തി വന്നാരെ രണ്ട് കൽപ്പിച്ച് വീട്ടിൽ പറയാനും അങ്ങനെ ഈ റൂമിൽ കിടന്നുറങ്ങുമായിരുന്നു. അപ്പോൾ എനിക്ക് നേരിട്ട് എന്ന് പറയാനുള്ളൊരു ടെൻഷൻ കൊണ്ട് ഞാൻ വെളിയിലിരുന്ന് ബാക്ക് വശത്തിരുന്ന് ഞാൻ മെസ്സേജ് ഇട്ട് ഇതേപോലെ എൻ്റെ കൈ ഇങ്ങനെ പൊന്തി വന്നെന്നും പറഞ്ഞ് നോക്കി. അപ്പോൾ തന്നെ റൂമിൽ ചാടി ഇറങ്ങി വെളിയിൽ വന്നിട്ട് വെച്ച് നോക്കട്ടെ കൈ എന്ത് പറ്റി. അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് കൈ ഇങ്ങനെ പൊന്തി വന്നത്. അപ്പം സ്വാഭാവികം എപ്പോഴും പറയുന്ന പോലെ രണ്ട് വഴക്ക് നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എപ്പോഴും മൈലാഞ്ചി ഇടരുതെന്ന്, നീ എപ്പോഴും ഇടുന്നതിൻ്റെയാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ അല്ലിക്കാം, ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഓർഗാനിക് കോൺസാണ്, അപ്പോൾ അത് മാറ്റിയിട്ട് മാർക്കറ്റ് കോൺ വാങ്ങി ഉപയോഗിച്ചതിൻ്റെ ഇങ്ങനെ വന്നത് അതായിരിക്കാം, അല്ലാതെ വേറൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ വഴക്ക് പറഞ്ഞു. ഇനി ഇങ്ങനെ ഇടരുത്, എപ്പോഴും ഇടിയൊന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറഞ്ഞു. പറഞ്ഞാൽ ശരി എന്ന് പറഞ്ഞു. അങ്ങനെ വാപ്പിയെടുത്ത് പറഞ്ഞില്ല. വാപ്പിയെടുത്ത് പറഞ്ഞാൽ വാപ്പി ഇക്കായക്കാലം ബഹളമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ വാപ്പിയിട്ടേ പറഞ്ഞില്ല. അങ്ങനെ പതിയെ മാട്ടൻ ചെന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മയും പറഞ്ഞു എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത ചെയ്യുന്നത്, അതുകൊണ്ടല്ലേ നിനക്ക് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഇടാൻ നിൽക്കരുത് എന്നൊക്കെ. ഈ കൈ ഇങ്ങനെ ഈ മാർക്കറ്റ് കോൺ യൂസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ മൈലാഞ്ചി ഇടാൻ ഇരിക്കുമ്പോൾ ഞാനൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. പുറത്തുനിന്നുള്ള മാർക്കറ്റ് കോൺസ് സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞുള്ളൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നിട്ടാണ് ഇതെടുത്തിടുന്നത്. അത് വേണം ഞാൻ ആദ്യമേ പറയാൻ. അങ്ങനെ എന്തോ ആയാലും കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ അങ്ങ് മാറി റെഡിയായി വന്നു. എന്നിട്ടിപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഒളിച്ചിരുന്ന, സാധാരണ ഞാൻ മൈലാഞ്ചിയിട്ട് വീഡിയോ ഇടുന്നത് അങ്ങനെ ഒളിച്ചിരുന്ന് തന്നെ വീഡിയോ എടുക്കുന്നതും വോയിസ് ചെയ്യുന്നതും. അപ്പോൾ ഇത് ഞാൻ ഒളിച്ചിരുന്ന വോയിസ് ചെയ്യുന്ന വീഡിയോ ചെയ്യുന്നത്. കാര്യം ഇപ്പം ജസ്റ്റ് ഇപ്പം തന്നെ കഴുകി കളയാനാന്ന് പറഞ്ഞാൽ തന്നെയും മൈലാഞ്ചി ഇടുമ്പോഴത്തേക്ക് വഴക്ക് പറയും. കാര്യം ഇപ്പോൾ പൊന്തി ഇങ്ങനെ വന്നിട്ട് പിന്നെ അത് തന്നെ ചെയ്യുന്നു എന്നും ചോദിച്ച് വഴക്ക് പറയും. അതുകൊണ്ട് ഞാൻ ഒളിച്ചിരുന്ന ഇത് ചെയ്യുന്നത്. നിങ്ങളൊക്കെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ എൻ്റെ പേജിൽ 3-4 ഇപ്പോൾ ഇത് 6-7 അങ്ങാണ്ട് വീഡിയോ ഇടുന്നുണ്ട്. പക്ഷേ വ്യൂസൊക്കെ 500-600 ഒക്കെ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല. പക്ഷേ ഒരു സബ്സ്ക്രൈബേഴ്സ് പോലും എനിക്ക് കിട്ടുന്നില്ല. നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.